ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷവേളയിൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് ആദരവുമായി സംസ്ഥാന സർക്കാർ. ഐക്യരാഷ്ട്രസഭയിൽ മലയാളം മുഴങ്ങിക്കേട്ടത് അമ്മയിലൂടെയാണ് എന്നത് ഓരോ മലയാളിക്കും അഭിമാനമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. പുരസ്കാരം മലയാള ഭാഷയ്ക്ക് സമർപ്പിക്കുന്നുവെന്ന് അമ്മയുടെ 72ാം ജന്മദിന ആഘോഷങ്ങൾ നാളെ അമൃതപുരിയിൽ. NSSനെയും SNDPയെയും ഒപ്പം നിർത്താൻ സജീവ നീക്കങ്ങളുമായി BJPയും കോൺഗ്രസും. വെള്ളാപ്പള്ളിയെ വീട്ടിലെത്തി കണ്ടു വി മുരളീധരൻ. ശബരിമല വിഷയത്തിൽ NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾക്ക് അവരുടേതായ തീരുമാനമെടുക്കാമെന്ന് VD സതീശൻ. LDFന്റെ 3ാം തുടർഭരണത്തിന് NSS പിന്തുണ ഗുണമാകുമെന്ന് MV ഗോവിന്ദൻ. സുകുമാരൻ നായർക്കെതിരെ എറണാകുളം കണയന്നൂർ കരയോഗത്തിൽ പ്രമേയം. പത്തനംതിട്ടയിൽ വീണ്ടും പ്രതിഷേധ ബാനർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ട്. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. ഇടുക്കി എഴുകുംവയലിൽ ഉരുൾപൊട്ടൽ. 3 ഏക്കറോളം കൃഷിസ്ഥലം ഒലിച്ചുപോയി. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. UN-ൽ ട്രംപിനെ പുകഴ്ത്തി പാകിസ്ഥാൻ. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ സാധ്യമാക്കിയത് ഡൊണാൾഡ് ട്രംപ് എന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ബ്രാൻഡഡ് മരുന്നുകൾക്ക് 100% വരെ തീരുവ പ്രഖ്യാപിച്ച അമേരിക്ക. പുതിയ തീരുമാനം ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്ക. ഓപ്പറേഷൻ നുങ്കൂറിനെതിരെ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ. ഹർജി ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്തതിനെതിരെ കസ്റ്റംസ് രേഖകൾ പരിശോധിച്ചില്ലെന്നും മുൻവിധിയോടെ പെരുമാറിയെന്നും ഹർജി. ആഡംബര കാറുകൾ ഇന്ത്യയിലേക്ക് കടത്തിയതിൽ കോയമ്പത്തൂരിൽ നിന്നുമുള്ള സംഘത്തെ കേന്ദ്രീകരിച്ച് അന്വേഷണം.